ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ജോപ്പി മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 20 മെയ് 2025 ചൊവ്വാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഏകദേശം 74 പോയിന്റ് നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 0.3% നെഗറ്റീവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. ഏകദേശം 65 പോയിന്റ് ഏകദേശം നോക്കുകയാണെങ്കിൽ 0.1% പോസിറ്റിവിറ്റിയിൽ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെൻസെക്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 271 പോയിന്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. 0.3% നെഗറ്റീവിൽ. നിങ്ങൾക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഡെയിലി പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കിട്ടാനായി ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ നിങ്ങൾ കയറി ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം കാണാൻ സാധിക്കും നല്ല രീതിയിലുള്ള ഒരു മൺസൂൺ കാലമാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ ഈ മൺസൂൺ കാലമൊക്കെ ആകുമ്പോൾ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് റാലിയാണ് നമുക്ക് മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പം എല്ലാ പ്രാവശ്യവും നല്ല രീതിയിലൊരു മൺസൂൺ കാലമാണെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് റാലി നമ്മൾ ഇപ്രാവശ്യവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിന് യൂസ്ഫുൾ ആകുന്നത് ഫെർട്ടിലൈസർ കമ്പനീസിലായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഫാക്ട് പോലുള്ള കമ്പനികളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധ്യത ഏറെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധഭീതിയിൽ നിന്ന് ഏകദേശം ഒരു സമാനമായിട്ട് ഭീതിയെല്ലാം നിലനിൽക്കുന്നില്ല. ഇപ്പം അതിനെപ്പറ്റി എല്ലാം ആരും അങ്ങനെ ചിന്തിക്കാറ് പോലുമില്ല. അപ്പം ഇനിയിപ്പോ ആ ഒരു യുദ്ധത്തിന്റെ ഭീതിയിലൊന്നും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതേപോലെ നമ്മൾ ഇന്ത്യയുടെ മെയിൻ ന്യൂസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഇൻപുട്ട് ഇയർ ഓൺ ഇയർ ഡാറ്റ റിലീസ് ആവുന്നുണ്ട്. ഈ ഡാറ്റയ്ക്ക് ശേഷം നാളെ നമുക്ക് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ഗവൺമെന്റ് ടെക്നോളജിയിൽ നമുക്കൊരു 20% ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. പാൻ കാർഡിന്റെ 2.0 വേർഷൻ ഇത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടില്ല. അതിന്റെ ബേസിലാണ് 20% ഇടിവ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ US കമ്മോഡിറ്റിയിലെ നാച്ചുറൽ ഗ്യാസിന്റെ 5% ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിലും നമുക്ക് നാച്ചുറൽ ഗ്യാസിന്റെ ഒരു 4% ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗോൾഡ്, സിൽവറിലൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാർക്കറ്റിന്റെ ഇന്നലത്തെ ഓവറോൾ സമ്മറിയൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ FISന്റെ ഭാഗത്തു നിന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മൈൽഡ് ബിയറിഷ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ അവരുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൊപ്പറേറ്ററി ഫേംസ്, അതേപോലെ തന്നെ DAs തുടങ്ങിയവരുടെ നോക്കുകയാണെങ്കിൽ ഒരു മൈൽഡ് ബിയറിഷ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ കുറച്ച് DAs ആണെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ക്ലയൻസ് അഥവാ നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു മൈൽഡ് ബുള്ളിഷ്നെസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിലെ നാസ്ഡാക്ക്, ഡോ ജോൺസ്, S&P 500 ഒക്കെ ചെറിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലെ FTSE 100, CAC, DAX ഒക്കെ ചെറിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ RSI നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം കാണാൻ സാധിക്കുന്നത് 63.61 ഇപ്പം നിൽക്കുന്നത്. അതേപോലെ തന്നെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ ബാൻഡിന് താഴെയായിട്ടാണ്. ഏകദേശം നമുക്ക് 25,000 താഴെയാണ് ക്ലോസ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അതൊരു നെഗറ്റീവിലേക്ക് പോവോ ഇല്ലയോ നമ്മൾ നോക്കണം. കാരണം ഒരു ക്രൂഷ്യൽ പോയിന്റിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു 25,000 എബോവ് നിഫ്റ്റി ക്ലോസ് ചെയ്യണം എന്നാണ്. പക്ഷേ നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിൽ നമുക്ക് അത് കാണാൻ സാധിച്ചിട്ടില്ല. അതേപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ RSI നിൽക്കുന്നത് 61.45 അതേപോലെ തന്നെ ക്ലോസ് ചെയ്തത് നിയർലി ഒരു ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ ബാൻഡിന്റെ അടുത്തായിട്ട് തന്നെയാണ്. അതേപോലെ മാർക്കറ്റ് അപ്പർ ബാൻഡിന് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ പ്രതീക്ഷിക്കുമോ, അതേപോലെ തന്നെ അത് ക്രാക്ക് ചെയ്തിട്ട് അപ്പറിലേക്ക് പോവോ ഇല്ലയോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കേണ്ടതായിരിക്കുന്നു. കാരണം മെയിൻ ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ പോയിന്റ്സ് ആണ് ഇതൊക്കെ. അതേപോലെ തന്നെ IPO നമുക്ക് വന്നിട്ടുണ്ട്. കൊറോണ വൈബ്സ് ആണ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. 22-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഏകദേശം 15,000 ആണ് പെർ ലോട്ടിന് വരുന്നത്. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 205 to 216 ആണ്. നിങ്ങൾക്ക് ഒരു ലോട്ടിൽ 69 ക്വാണ്ടിറ്റി ആണ് നമുക്ക് ഷെയർസ് കിട്ടുന്നത്.
അപ്പം ഇത് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു IPOക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മൾ സെക്ടർ വൈസ് പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും റിയാലിറ്റി സെക്ടർ ഏകദേശം 2.26ന്റെ പോസിറ്റിവിറ്റി കാണിച്ചിട്ടുണ്ട്. PSU ബാങ്ക്സ് ഏകദേശം 1.46% ഹൈക്കും, ഫാർമ സെക്ടർ 0.50% ഹൈക്കും കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓട്ടോ സെക്ടർ, ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ ചെറിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്നലെ IT സെക്ടേഴ്സ് ഒരു നെഗറ്റീവ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1.3% നെഗറ്റീവാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതേപോലെ മീഡിയ, FMCG സെക്ടേഴ്സ് ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റിയും കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ മേജർ ലിക്വിഡിറ്റി പോയിന്റിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ Q4 റിസൾട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് പല കമ്പനീസിന്റെയും Q4 റിസൾട്ട് വരുന്നുണ്ട്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സിൻഡസ് ലൈഫ് സയൻസ് ലിമിറ്റഡ്, NHPC ലിമിറ്റഡ്, സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ്, യുണൈറ്റഡ് സ്പിരിറ്റ് ലിമിറ്റഡ്, ഡിക്സൺ ടെക്നോളജീസ്, ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്, മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനീസിന്റെ Q4 റിസൾട്ട് ആണ് വരുന്നത്. അപ്പം ഈ കമ്പനീസിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കുക. നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഈ ഒരു കമ്പനീസിന്റെ പ്രൈസിൽ അഫക്ട് ചെയ്യാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ഇതൊക്കെയാണ് ഇന്ന് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളെല്ലാം. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഒരു Q4 റിസൾട്ട് വരുന്ന കമ്പനീസിലൊക്കെ ആണെങ്കിൽ പ്രൈസ് ഭയങ്കര വോളറ്റൈൽ ആവാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി കയറാനായി നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഡെയിലി കിട്ടാനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി അമർത്തുക. That's all. Signing off, Jopi Marcos.